السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله أما بعد اتقوا الله عباد الله. പ്രിയമുള്ളവരെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ. സുന്നത്ത് നമസ്കാരങ്ങളിൽ ദുഹാ നിസ്കാരത്തിന്റെ മഹത്വവും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ വിവരിച്ചിരുന്നത്. ഇനി ദുഹാ നിസ്കാരം എത്ര റക്അത്താണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനുള്ള മറ്റൊരു കാര്യം. പല പണ്ഡിതന്മാർക്കും പല വീക്ഷണങ്ങൾ ഉണ്ടെങ്കിലും അതിന് ഇത്ര റക്അത്താണെന്ന് കൃത്യമായ ഒരു എണ്ണം ഇല്ല എന്നുള്ളതാണ് ഏറ്റവും ശരിയായിട്ടുള്ള അഭിപ്രായം. എത്രയും നിസ്കരിക്കാന്നുള്ളതാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ നോക്കുമ്പോൾ അങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. റസൂലുള്ളാഹി ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലി ളുഹാ അർബഅൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ളുഹ 4 റക്അത്ത് നിസ്കരിച്ചിരുന്നു. വയസീദു മാഷാ അല്ലാഹ്, ചിലപ്പോഴൊക്കെ അധികരിച്ചു നിസ്കരിക്കും ചെയ്യുന്നു. അപ്പൊ 4 എന്ന് കണിശതയൊന്നുമില്ല, 4 നിസ്കരിക്കാറുണ്ട്. വയസീദ്, അധികരിപ്പിക്കാറുമുണ്ട് എന്നാണ്. അതേപോലെ തന്നെ അനസ് റളിയല്ലാഹു അൻഹു, ജാബിർ റളിയല്ലാഹു അൻഹു ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 6 റക്അത്ത് നിസ്കരിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എളാപ്പാടെ മകളാണ് ഉമ്മുഹാനി. ഉമ്മുഹാനി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലുണ്ട്, അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദഖല ബൈതഹ യൗമ ഫത്ഹി മക്ക. മക്ക വിജയത്തിന്റെ അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മുഹാനിന്റെ വീട്ടിൽ ചെന്നു. ഫസല്ല 8 റക്അത്ത്, എന്നിട്ട് അവിടുന്ന് 8 റക്അത്ത് നിസ്കരിച്ചു. ബുഖാരി മുസ്ലിമിലും ഉദ്ധരിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ ളുഹാ നിസ്കാരത്തിന് കൃത്യമായ ഒരു എണ്ണമില്ല, നമുക്ക് എത്ര വേണമെങ്കിൽ നിസ്കരിക്കാം. ചിലര് 8 റക്അത്താണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അപ്പൊ ഇതൊക്കെ ഹദീസിൽ വന്നതുകൊണ്ട് ഒരാൾക്ക് എത്ര നിസ്കരിക്കാൻ പറ്റുക അത്രയും നിസ്കരിക്കാവുന്നതാണ്. ഈ 2 റക്അത്ത് എന്നാണ് നമുക്ക് ഇതെന്ന് മനസ്സിലാക്കേണ്ടത്. കുറഞ്ഞത് 2 റക്അത്താണ് എന്നതിൽ ആർക്കും തർക്കമല്ല. അതുപോലെ തന്നെ ളുഹാ നിസ്കാരത്തിന് വേണ്ടി ഒരാൾ പള്ളിയിൽ പോയി നിസ്കരിക്കുകയാണെങ്കിൽ അതിന് പ്രത്യേകം മഹത്വമുണ്ട്. നമുക്ക് വീട്ടിൽ നിന്ന് നിസ്കരിക്കാം, എവിടുന്ന് വേണമെങ്കിലും നിസ്കരിക്കാം. ളുഹാ ഇഷ്റാഖ് നമ്മൾ പള്ളിയിൽ നിന്ന് നിസ്കരിച്ചു, എന്നാൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അതിന് പ്രത്യേക കൂലിയുണ്ട്. എന്നാൽ ളുഹാ നിസ്കരിക്കാൻ വേണ്ടി രാവിലെ സുബഹ്സ്കാരം കഴിഞ്ഞ് പോയ ഒരാൾക്ക് ളുഹക്ക് വേണ്ടി പള്ളിയിൽ പോവുകയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പിന്നെ അതിന് ഒരു ഉംറ ചെയ്ത കൂലിയുണ്ട് എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം, മൻ മശാ ഇലാ സ്വലാത്തിൻ മക്തൂബത്തിൻ, ഒരു നിർബന്ധമായ ഫർള് നിസ്കാരം നിർവഹിക്കുന്നതിന് ഒരാൾ പള്ളിയിലേക്ക് നടന്നു. വഹുവ മുത്തത്തഹിറുൻ, അവൻ ഒളു എടുത്തുകൊണ്ടാണ് പോയിട്ടുള്ളത്. അപ്പൊ വീട്ടിൽ നിന്ന് ഒളു എടുത്ത് ഒരാൾ പള്ളിയിലേക്ക് ഫർള് നിസ്കരിക്കാൻ വേണ്ടി പുറപ്പെട്ടു എങ്കിൽ കാന ലഹു കഅജ്രിൽ ഹാജിൽ മുഹ്രിം, ഇഹ്റാമിൽ പ്രവേശിച്ച ഒരു ഹാജിയുടെ പ്രതിഫലം അവര് കിട്ടുന്നു. നമ്മൾ വീട്ടിൽ നിന്ന് ഒളു എടുത്ത് പള്ളിയിൽ വന്ന് ജമാഅത്ത് നിസ്കരിച്ച ഒരു ഹജ്ജ് ചെയ്ത കൂലി കിട്ടുന്നത് വലിയ പ്രതിഫലമാണത്. ദിവസം നമുക്ക് 5 ഹജ്ജ് ചെയ്യാനുള്ള കൂലി കിട്ടും. 5 നേരം പള്ളിയിൽ വന്ന് ജമാഅത്തിൽ പങ്കെടുക്കുകയാണെങ്കിൽ ഒളു എടുത്ത് വീട്ടിൽ നിന്ന് ഒളു എടുത്ത് പള്ളിയിൽ വന്ന് നിസ്കരിക്കുമ്പോൾ അതിന്റെ ആ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് വരികയാണെങ്കിൽ അവന് ഹജ്ജ് ചെയ്ത കൂലി കിട്ടും എന്നാണ്. ഒരു നിസ്കാരത്തിന് ഒരു ഹജ്ജ് ചെയ്ത കൂലി. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒമൻ മശാ ഇലാ സുബ്ഹത്തി ളുഹാ, ളുഹാ നിസ്കാരത്തിന് ഒരാൾ പള്ളിയിലേക്ക് പോയാൽ കാന ലഹു കഅജ്രിൽ മുഅ്തമിർ, ഉംറ ചെയ്ത ആളുടെ കൂലി കിട്ടും അവന്. അപ്പൊ പള്ളിയിൽ പോയി ളുഹാ നിസ്കരിച്ച ഉംറ ചെയ്ത കൂലി കിട്ടും. നമ്മൾ വീട്ടിൽ നിസ്കരിച്ചാലും ഉംറ ചെയ്ത കൂലി കിട്ടൂല, പക്ഷെ ളുഹാ നിസ്കരിച്ച കൂലി കിട്ടും. അത് പള്ളിയിൽ പോകാൻ സൗകര്യമുള്ളവരാണെങ്കിൽ പള്ളിയിൽ പോകുകയാണെങ്കിൽ അവന് ഒരു ഉംറ ചെയ്ത കൂലി കിട്ടും. അതേപോലെ തന്നെ മറ്റൊരു റിപ്പോർട്ടുള്ളത്, ഫർള് നിസ്കാരത്തിന് പോയാൽ ഹജ്ജിന്റെ പ്രതിഫലം, സുന്നത്തിന് പുറപ്പെട്ടാൽ ഉംറയുടെ കൂലി എന്നാണ്. എപ്പോഴും ഫർളിന് വേണ്ടി പള്ളിയിൽ പോയാൽ ഹജ്ജിന്റെ കൂലി കിട്ടും. ഒരു സുന്നത്തായ നിസ്കാരത്തിനാണെങ്കിലോ അവന് ഒരു ഉംറയുടെ കൂലി കിട്ടും. ഇപ്പൊ നമ്മളെ തറാവീക്ക് വരുന്നു, അതുമല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവശ്യത്തിന് പള്ളിയിൽ വന്ന് 2 റക്അത്ത് നിസ്കരിക്കുമ്പോൾ ആ സുന്നത്തിന് വേണ്ടി വരികയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഉംറയുടെ കൂലി കിട്ടും എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പൊ സാമ്പത്തിക ശേഷി ഇല്ലാതെ ഇപ്പോ ലക്ഷങ്ങൾ ചെലവഴിച്ച് മക്കയിൽ പോയി ഹജ്ജ് ചെയ്ത് വരുന്ന ആളുകൾ ഉണ്ടാവുമ്പോൾ പാവങ്ങളായ ആളുകൾക്ക് വലിയ നിരാശ ഉണ്ടാവും. എനിക്കതിന് കഴിഞ്ഞില്ലല്ലോ,
എനിക്ക് ഹജ്ജ് ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നൊക്കെ ഉള്ള ചില നിരാശകളുണ്ട്. അപ്പോ ഹജ്ജ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരാൾ എന്ത് ചെയ്യാണ്, അന്ന് പ്രസവിച്ച കുഞ്ഞിനെ പോലെ ആവുന്നതാണ്. പറഞ്ഞ ഒരു പാപങ്ങളും ഇല്ലാതെ, ഒന്നും ഒരു കറയുമില്ലാതെ, ഒരു തെറ്റുമില്ലാത്തൊരു കുഞ്ഞിനെ പോലെയാണ് ഒരാൾ ഹജ്ജ് ചെയ്താൽ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ ഹജ്ജ ഫലം യർഫുസ് വലം യഫ്സുഖ് റജഅ കയൗമി വലദതുഹു ഉമ്മുഹു. മഹത്തായ പ്രതിഫലാണ്. അതേപോലെ മറ്റൊരു ഹദീസിൽ കാണാൻ കഴിയും, അൽ ഉംറത്തു ഇലൽ ഉംറത്തി കഫാറത്തു ലിമാ ബൈനഹുമാ. ഒരു ഉംറ ചെയ്ത് അടുത്ത ഉംറന്റെ ഇടയിൽ ഉള്ള പാവങ്ങൾക്കൊക്കെ ആ ഉംറ എന്താണ്, പ്രായശ്ചിത്തമാണ്. വൽ ഹജ്ജുൽ മബ്റൂർ ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന. സ്വീകാര്യമായ ഒരു ഹജ്ജിന് സ്വർഗമല്ലാതെ പ്രതിഫലമല്ല, സ്വർഗമാണ് അവനുണ്ടാകുക. അപ്പൊ ആ നീയത്ത് നമ്മൾ എന്ത് ചെയ്യാണ്, നമുക്ക് നീയത്ത് വെക്കുക. ആ നീയത്തിനൊരു ഹജ്ജ് ചെയ്ത കൂലി ഉണ്ടാവുന്ന ഒരാൾക്ക്, എനിക്ക് സമ്പത്തുണ്ടെങ്കിൽ ഞാനും ഹജ്ജ് ചെയ്യുമായിരുന്നു, അല്ലെങ്കിൽ എനിക്ക് ഹജ്ജ് ചെയ്യണമെന്ന് നല്ല ആഗ്രഹമുണ്ട്, പക്ഷെ അയാൾക്ക് ഹജ്ജ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, സാമ്പത്തികമായിട്ടില്ല. അപ്പൊ അയാള് ആ നീയത്തിന് അയാൾക്ക് ഹജ്ജ് ചെയ്ത കൂലി കിട്ടുന്നതാണ്, ചില്ലറയൊന്നുമല്ല. അപ്പൊ എനിക്ക് അടുത്ത വർഷം കഴിയുകയാണെങ്കിൽ ഹജ്ജിന് പോകണം. ഒരാള് ആ ആഗ്രഹത്തോടു കൂടി നടക്കുന്നു, അതിനുവേണ്ടി അയാൾ ധനം ശേഖരിക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യാണ്, അയാൾക്ക് ഹജ്ജ് ചെയ്യാൻ പറ്റിയാലും ഇല്ലെങ്കിലും അയാൾക്ക് എന്ത് ചെയ്യും, ഹജ്ജ് ചെയ്ത കൂലി കിട്ടും എന്ന് നമുക്ക് കാണാൻ കഴിയും. അതേപോലെ തന്നെയാണ് നമ്മൾ പറഞ്ഞല്ലോ ഇശ്റാഖ് നിസ്കാരം. പള്ളിയിൽ ജമാഅത്തായിട്ട് നിസ്കരിച്ചു, എന്നിട്ട് അവിടെ ദിക്റുകളിൽ ഇരുന്നാല് എന്ത് ചെയ്യാണ്, പിന്നെ അവസാനം സൂര്യ ഉദിച്ചു ഉയർന്ന് 2 റക്അത്ത് നിസ്കാരം കഴിഞ്ഞാൽ അവനക്ക് ഹജ്ജ് ചെയ്ത കൂലി കിട്ടും എന്ന്, ഹജ്ജും ഉംറയും ചെയ്ത കൂലി കിട്ടും എന്നാണ് അതിൽ. കാരണം സുബഹ് ജമാഅത്തായിട്ടാണ് നിസ്കരിക്കണത്, പിന്നെ ഇശ്റാഖ് നിസ്കരിക്കണം. അതുപോലെ തന്നെ ഇൽമ് നേടി പള്ളിയിലേക്ക് പോവുക, ഇൽമ് തേടിയിട്ട്, ഇൽമ് പഠിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഇൽമ് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി, അറിവ് പഠിപ്പിക്കാനും പഠിക്കാനും വേണ്ടി പള്ളിയിലേക്ക്, ആ ഉദ്ദേശത്തോടെ പള്ളിയിൽ നടക്കുന്ന ക്ലാസ്സുകൾ, ആ ക്ലാസ്സിന് ഞാൻ പോവുകയാണ്, ആ പള്ളിയിൽ ഇപ്പൊ എനിക്ക് പഠിക്കണം, വിജ്ഞാനം പഠിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി പോവുകയാണെന്നുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കാന ലഹു കഅജ്രി ഹാജിൻ താമ്മൻ ഹജ്ജത്തുഹു. പരിപൂർണമായ, മഖ്ബൂലായ, മബ്റൂറായ ഒരു ഹജ്ജ് ചെയ്ത പ്രതിഫലം അവന് കിട്ടുന്നു. മൻ ഗദാ ഇലൽ മസ്ജിദ്, ഒരാൾ പള്ളിയിലേക്ക് പുറപ്പെട്ടു, ലാ യുരീദു ഇല്ലാ യതഅല്ലം, പഠിക്കാനല്ലാതെ വേറൊന്നും ഉദ്ദേശിക്കുന്നില്ല. അപ്പൊ നമ്മുടെ ഇവിടെ പള്ളിയിൽ എത്ര ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്, ആ ക്ലാസ്സിന് എനിക്ക് ഇൽമു പഠിക്കണം എന്ന ഉദ്ദേശത്തോട് നിയത്ത് വെച്ച് വരികയാണെന്നുണ്ടെങ്കിൽ അവന് പൂർണ്ണ ഹജ്ജ് ചെയ്ത കൂലിട്ടുന്ന നീയത്തിനനുസരിച്ചാണ്. ചില്ലറ വിഷയമൊന്നുമല്ല. അവിടെ അയാൾ പറയണൊക്കെ എനിക്കറിയാം എന്ന് പറഞ്ഞ അവിടെ ഇരുന്നാൽ അതും കിട്ടും. അള്ളാഹുവിന്റെ ഇൽമു പഠിക്കണം എന്നുള്ള ആഗ്രഹത്തോട് ഒരു ക്ലാസ്സിൽ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം പഠിയില്ലേ. അപ്പൊ ആ ഉദ്ദേശത്തോടു കൂടി ഇപ്പൊ വ്യാഴാഴ്ച നടക്കുന്ന ഖുർആൻ ക്ലാസ്, സുബഹ് നടക്കുന്ന ഈ ക്ലാസ്സിനൊക്കെ നമ്മൾ പള്ളിയിൽ വരുമ്പോ എനിക്ക് ആ ഇൽമും കൂടി പഠിക്കണം എന്നുള്ള ഉദ്ദേശം കൂടി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, ആ കൂലി കിട്ടും. അത് വലിയ പ്രതിഫലമുള്ളതാണ്, ഹദീസിൽ വന്നിട്ടുള്ളതാണ്. അതേപോലെ തന്നെ നിസ്കാരശേഷം ദിക്റുകൾ ചൊല്ലുന്നതിന് സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ഈ 33 പ്രാവശ്യം ചൊല്ലിയാൽ ഹജ്ജ് ചെയ്ത കൂലിയ. അത് ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കല് ദരിദ്രരായ ഏതാനും ചില സഹാബികൾ വന്നു എന്ന് പറഞ്ഞു, പ്രവാചകരെ, പണക്കാര് അവർ ഞങ്ങളെപ്പോലെ നിസ്കരിക്കുന്നുണ്ട്, ഞങ്ങൾ നോമ്പെടുക്കുന്ന പോലെ നോമ്പെടുക്കുന്നുണ്ട്, ഞങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ അവരും ചെയ്യുന്നുണ്ട്, അതിനു പുറമെ അള്ളാഹു അവർക്ക് ധനം കൊടുത്തു, അതിനവർ ചെലവഴിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് അതൊന്നും ഇല്ലല്ലോ എന്ന് പരാതി പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ നിസ്കാരത്തിന് ശേഷം സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ 33 പ്രാവശ്യം ചൊല്ലിയാൽ മതി. അപ്പൊ ഒരാൾ നമ്മൾ അത് കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ, നിസ്കാരത്തിന് ശേഷം നമ്മൾ ഒരു 5 മിനിറ്റ് ഇരുന്ന് ആ ദിക്റുകൾ ചൊല്ലി പോവുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, നബി സല്ലല്ലാഹു അവിടെ ഹജ്ജ് ചെയ്യുന്ന, അവര് ഹജ്ജ് ചെയ്യുന്നു എന്ന ഹദീസിൽ പറഞ്ഞു, യഹുജ്ജൂന ബിഹാ, അവർക്ക് സമ്പത്ത് കൊടുത്തു അള്ളാഹു, അതുകൊണ്ട് അവര് ഹജ്ജ് ചെയ്യുന്നു. വയഅ്തമിറൂൻ, ഉംറ ചെയ്യുന്നു, ഞങ്ങൾക്ക് അതൊന്നുമില്ല, പറഞ്ഞു നിങ്ങളിത് ചൊല്ലിയാൽ മതി, നിങ്ങൾക്ക് ഹജ്ജിന്റെ ഉംറന്റെ ഒക്കെ കൂലി കിട്ടും. അപ്പൊ ഇത് പണക്കാരറിഞ്ഞു, പണക്കാരും ചൊല്ലാൻ തുടങ്ങി, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ. അപ്പൊ ഈ ആളുകൾ വീണ്ടും പോയിട്ട് പറഞ്ഞു, നബിയെ, പണക്കാര് അവരും ഞങ്ങളെ പോലെ ഇതൊക്കെ ചെല്ലുന്നുണ്ട്, അപ്പോഴും അവർക്ക് നമ്മളെക്കാളും കൂടുതൽ കൂലിട്ടൂലേ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് അല്ലാഹു ദാലിക ഫദ്ലുല്ലാഹി യുതീഹി മൻ യശാ, അത് അള്ളാഹ് ഉദ്ദേശിക്കുന്ന ചില ആളുകൾക്ക് അള്ളാഹ് കൊടുക്കുന്ന ഔദാര്യാണ്. പക്ഷെ പണക്കാരെന്ത് ചെയ്യൂല, പാവപ്പെട്ടവര് സ്വർഗത്തിൽ പോകുന്ന പോലെ അത്ര പെട്ടെന്ന് അങ്ങോട്ട് പോകാൻ കഴിയില്ല. അവർക്ക് പാവപ്പെട്ടവര് സ്വർഗത്ത് പോയിട്ട് 500 വർഷം കഴിഞ്ഞ് എന്ത് ചെയ്യുള്ളൂ, പണക്കാര് സ്വർഗത്ത് പോകുള്ളൂ. കാരണം അവർക്ക്
ഉള്ള പണത്തിന്റെ മുഴുവൻ കണക്കുകൾ ബോധിപ്പിച്ച ശേഷമേ സ്വർഗത്ത് പോകാൻ പറ്റുള്ളൂ. അപ്പോഴും നിങ്ങൾ തന്നെ മുന്നില് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ആശ്വസിപ്പിക്കണ്ടായി. അപ്പൊ ഇങ്ങനെ നമുക്ക് ഉംറന്റെയും ഹജ്ജിന്റെ ഒക്കെ പ്രതിഫലം കിട്ടുന്ന കാര്യങ്ങളാണ് ഇത്തരം കാര്യങ്ങളൊക്കെ. നമ്മൾ കഴിവിന്റെ പരമാവധി ഏത് കാര്യത്തിലും നന്മകൾ നമ്മൾ എന്ത് ചെയ്യുമ്പോൾ ആ നിയ്യത്തുണ്ടെങ്കിൽ അതിന്റെ കൂലി നമുക്ക് കിട്ടും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഇന്ന് സ്വീകരിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലിഹി വസഹ്ബിഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.